ഹായ്, ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അടൂർ. മനുഷ്യൻ്റെ ജീവിതത്തിന് ജീവനും ഒരു വിലയും ഇല്ലാത്ത കാലമാണ്. എന്താ അതിന് പറയുക? ഓർക്കുമ്പോൾ തന്നെ സങ്കടകരമാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ആർക്കും ആരോടും സ്നേഹമില്ല, കരുതലില്ല. എന്താ പറയുക, ഭൂരിപക്ഷവും സെൽഫിഷാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്. ആരെയും ചതിച്ചിട്ടായാലും കൊന്നിട്ടായാലും കുതികാൽ വെട്ടിയിട്ടായാലും അവനവന് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവരെങ്ങനെ നശിച്ചാലും ആർക്കൊരു മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യം, ചുരുക്കത്തിൽ അതാ പറയേണ്ടത്. മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം ഇല്ല. ഇപ്പം തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം എടുത്തു. നമ്മളെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ്റിന് പോലും പറഞ്ഞിട്ട് കാര്യമില്ല. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ചിലർ പറയുന്നു, പൊട്ടത്തില്ലെന്ന് ചിലർ പറയുന്നു. തമിഴ്നാട്ടുകാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മലയാളികൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ആരുടെ സ്വത്താണ്? പച്ചയ്ക്ക് ചോദിച്ചാൽ ഈ ഭൂമി, ഈ വസ്തുവകകൾ, പ്രപഞ്ചം ആരുടെയും അപ്പൻ്റെ വകയാണോ? അതിൽ കൂടുതൽ എന്താ ചോദിക്കട്ടെന്ന്? ഇത് ദൈവത്തിൻ്റെ വകയാണ്. നമ്മുടെ വകയാണെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ഇത് കൊണ്ടുപോകണമല്ലോ. ഈ മനുഷ്യൻ്റെ ബുദ്ധി കെട്ടുപോയേക്കുന്നു. അല്പായുസ്സുള്ള, ഏത് നിമിഷവും പൊലിഞ്ഞു പോകാൻ സാധ്യതയുള്ള, അതിന് മുല്ലപ്പെരിയാർ പൊട്ടണമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഞരമ്പ് പൊട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു വാഹന അപകടം, ഒന്നും വേണ്ട. നമ്മളിരിക്കുന്ന വീടൊന്ന് തകർന്ന് വീണാൽ മതി, നമ്മളിരിക്കുന്ന കസാരയൊന്ന് തെന്നി താഴോട്ടൊന്ന് വീണാൽ മതി. ചിലപ്പോൾ മൂടടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ തളർന്നു പോകും. കാരണം വെർട്ടിബ്രേഡ് അല്ലെങ്കിൽ നട്ടലിൻ്റെ തുമ്പറ്റമാണ് നമ്മുടെ ഇരിക്കണ ആ സ്ഥലത്തിന് അവിടെ ഉള്ളത്. അവിടെയൊക്കെ ഹേമം തട്ടിയാൽ നമ്മൾ ഇരുന്ന് പോവും. ചിലപ്പം ജീവിതകാലം മുഴുവനും കിടന്നും പോവും. കിടന്നുകൊണ്ട് ഒന്നും രണ്ടും ചെയ്യേണ്ടി വരും. ആർക്കെങ്കിലും ഒരു വട്ടുകൂടി, അല്ലെങ്കിൽ നമ്മളുള്ള കലിപ്പ് മൂലം, ഒന്നുമല്ല, ഒരു മനോരോഗി അല്ലെങ്കിൽ മദ്യപാനി, അയാൾക്ക് അപ്പോഴും തോന്നുന്നൊരു വികാരത്തിനെ പോലെ നമ്മളെ വെട്ടിക്കൊന്ന് എന്ത് ചെയ്യും? ഒരു കല്ലെടുത്ത് തലയിലടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വെളിയിലോട്ടിറങ്ങി അടുത്തുള്ള തെങ്ങന്നൊരു തേങ്ങ അല്ലെങ്കിൽ ഒരു വലിയൊരു കമ്പ് നമ്മൾ കാണാതെ തലയിൽ വീണാൽ എന്ത് ചെയ്യും? ചത്തുപോയില്ലേ? പണ്ടൊരു നടന്ന സംഭവം കേട്ടതാണ്. ഒരാൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയപ്പം നടു റോഡിൽ കൂടെ ഏതോ ഒരു പക്ഷി ഒരു പാമ്പിനെ കൊത്തിക്കൊണ്ട് പോകുമായിരുന്നു. അതതിൻ്റെ ചുണ്ടിൽ നിന്ന് താഴെ വീണ്, അത് ഈ സ്കൂട്ടർ ഓടിക്കുന്നവൻ്റെ തലയിലാണ് വീണ്, കഴുത്തിൽ. അത് കൊത്തി അയാൾ അപ്പോഴും തന്നെ മരിച്ചു. അപ്പം മരണം കൂടെ ഉണ്ട്. പിന്നെ ആരാണ് ഇത്ര ജാട എടുക്കുന്നത്? എനിക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? അതുപോലെ 10-35 ലക്ഷം എന്നൊക്കെ പറയുന്ന ജീവൻ എന്നൊക്കെ പറയുന്നത്, ദൈവവചനം ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ആത്മാവിന്
ഈ പ്രപഞ്ചത്തേക്കാൾ വിലയുള്ളപ്പോൾ ഈ 35 ലക്ഷം ആൾക്കാരുടെ ആത്മാക്കൾക്ക് എന്തുമാത്രം വിലയുണ്ട്. അതിൻ്റെ കൂടെ പക്ഷി മൃഗാദികൾ എല്ലാം പ്രകൃതി നഷ്ടപ്പെടുകയാണ്, ഇല്ലാതാവുകയാണ്. നമ്മൾ സഞ്ചരിച്ച് കേരളത്തിൻ്റെ പകുതി തന്നെ ഇല്ലാതാകുക, വെള്ളത്തിനടിയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ദൈവത്തിന് കൃപ കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ആരാണ്ട് പറഞ്ഞതിൻ്റെ കൂട്ട് അന്ന് അത് കെട്ടിയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വർഷവും 50 വർഷം പറഞ്ഞിട്ടും 100 വർഷത്തിൽ കൂടുതൽ ഇന്നും ആ മുല്ലപ്പെരിയാർ നിൽക്കുന്നത് അന്ന് പണിതിൻ്റെ ഗുണം കൊണ്ട്. കാരണം സത്യസന്ധമായിട്ടാണ് പണിതത്. എന്നാൽ ഇന്നത്തെ കോൺട്രാക്ടേഴ്സിലെ ഗവൺമെൻറ് പണിതാൽ 2 ദിവസം കഴിയുമ്പോൾ അത് പൊട്ടി. 2 ദിവസം നിൽക്കുമോ? നമുക്ക് അനുഭവമല്ലേ റോഡും കാര്യങ്ങളൊക്കെ. അവർ പോകുന്നതിൻ്റെ പുറകെ ടാറ് കൂടെ പോകും. കാരണം ഈ പണിതവരെ ഒന്നും പിരിഞ്ഞിരിക്കാൻ ഈ കല്ലിനും മെറ്റലിനും ടാറിനൊന്നും പറ്റത്തില്ല. അവരുടെ കൂടെ അവർ കളയും. എന്താ മനുഷ്യരിങ്ങനായത്? എന്നിട്ട് ഭയങ്കര ആത്മീയം. ഹിന്ദുക്കൾ അവരുടെ വഴി, മുസ്ലിങ്ങൾ അവരുടെ വഴി, ക്രിസ്ത്യാനികൾ അവരുടെ വഴി, മറ്റുള്ള മതങ്ങൾ അവരുടെ വഴി. കള്ളന്മാർ ആരുണ്ട് നല്ലത്? ഞാൻ ഉൾപ്പെടെ പറയുകയാണ്. ഇത്രയും മനുഷ്യരുടെ മുകളിൽ ഒരു ജലബോംബ് പോലെ നിൽക്കുന്ന ഈ സംഭവം സത്യമായിരിക്കെ ഇതിനി എന്നാണ് ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്ന ഒരു അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിന് വേണ്ടുന്ന സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്? അത് പൊട്ടിക്കഴിഞ്ഞിട്ടോ? ഇത്രയും പേര് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടോ? കേരളം ഇല്ലാതായി കഴിഞ്ഞിട്ടോ? ഇപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് കോഴിക്കോടുണ്ട്. ഞാൻ ആദ്യം എറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പോരും, ഞങ്ങളുടെ നാട് അടൂരാണ്. ഇപ്പം ഡ്യൂട്ടി ചെയ്ത് പോരാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനേ പറ്റൂ. ഈ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ച് പാർട്ടി ബേസിൽ അടിയുണ്ടായി നമ്മുടെ രക്തബന്ധങ്ങൾ, നമ്മുടെ വീട്ടിലുള്ളവർ പാർട്ടിക്ക് വേണ്ടിയും ഒക്കെ മരിച്ച് നേതാക്കന്മാർ സ്വത്തുണ്ടാക്കി അവർ തിന്നു കൊഴുത്തും ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ ബുദ്ധി ഒന്ന് തെളിയണം. നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് പറ്റൂ. ഈ സമൂഹം മരക്കഴുതകളായിട്ട് പോകണ്ടാണ് ഇവരിങ്ങനെ തോന്നുന്നത്. നമ്മൾ ജയിപ്പിച്ച് വിട്ടവർ തെറ്റായ രീതിയിൽ പോയാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനത്തിനില്ലേ? ജനാധിപത്യമല്ലേ, രാജ്യഭരണമൊന്നുമല്ലല്ലോ. ഞാനൊരു പാർട്ടിക്ക് എതിരല്ല, ഒരു വ്യക്തിക്ക് എതിരല്ല. ലോജിക്കായിട്ട് കോമൺ സെൻസ് വെച്ച് ഒരു മനുഷ്യനെന്ന നിലയിൽ, കേരളത്തിലൊരു പൗരനെന്ന നിലയിൽ, ഇന്ത്യയിലൊരു പൗരനെന്ന നിലയിൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു വ്യക്തി നഷ്ടപ്പെടുന്നത് പറ്റില്ല, നമുക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ഡാമാണ് അത്. സെപ്റ്റംബർ 12 പൊട്ടുമെന്നൊന്നുമില്ല. ഈ നിമിഷം പൊട്ടിക്കൂടെ? എല്ലാവരും ഉറങ്ങിക്കിടക്കും, രാത്രി പൊട്ടിക്കൂടെ? ഇതൊന്നും നമ്മുടെ കയ്യിലും വരുതിയിലിരിക്കുന്ന കാര്യങ്ങളാണോ? കള്ളം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ 50 വർഷം മാത്രം നിലനിൽക്കും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഏത് സമയത്തും എന്തും സംഭവിക്കാം. ദൈവത്തിൻ്റെ കരുതലുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. ഈ നേതൃസ്ഥാനത്തിലേക്ക് ആൾക്കാരെ നമ്മളാക്കി വെച്ചേക്കുന്നത് നമ്മളെ കൊന്നുമുടിക്കാനാണോ? നമ്മളെ
ഇല്ലാതാക്കാനാണോ? അതോ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഉള്ള നിയമങ്ങൾ, ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ, ഓരോ പ്രദേശങ്ങളെയും രക്ഷപ്പെടുത്തിയെടുക്കാനാണോ? എന്തുകൊണ്ടാണ് ഭാരതം ഇങ്ങനെ നശിച്ചു പോകുന്നത്? 2 മിസൈൽ വിട്ടിട്ട് കാര്യമുണ്ടോ? അത് വിട്ടോട്ടെ. സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഭരണം നടക്കുകയാണെങ്കിൽ ഈ നമ്മുടെ രാജ്യം എന്നേ നന്നായനെ, ലോകത്തിലെ നമ്പർ 1 ആയനെ. ഒന്നാമത് ദൈവഭയമില്ല. ഈ മുല്ലപ്പെരിയാറിനെ 2ആയിട്ട് വിഭജിച്ചാൽ മുല്ലെന്നും പെരിയാറെന്നും പറയാം. ഒന്നീ ടണൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ ജലനിരപ്പ് കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ രക്തത്തിന് രക്തം, മാംസത്തിന് മാംസമാണ്, ഭാരതീയരാണ് തമിഴ്. ഇന്ത്യയിലുള്ള എല്ലാവരും നമ്മൾ ഒരു അപ്പൻ്റെ അമ്മയുടെ മക്കളല്ലേ. അവിടെ എന്തിനാ വേറിട്ട് പറയുന്നത്? അവർക്ക് കൊടുക്കാനുള്ള വെള്ളം നമ്മുടെ അയലത്തുകാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജലനിരപ്പ് കുറയ്ക്കുക. അത് ചെയ്ത് ഈ ഒരു മുല്ലപ്പെരിയാറിനെ നല്ല മണവും ഗുണമുള്ള, വാസനയുള്ള, നമുക്ക് സൗരഭ്യമായി, കാരണം വലിയ ഡാമാണ്, സുഗന്ധം പരത്തുന്ന, നമുക്ക് അഭിമാനപൂരിതമായ ഒരു ഡാമായിട്ട് അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അത് പെരിയാറായിട്ട് അതിൻ്റെ സ്വഭാവം കാണിച്ചാൽ വെള്ളം പൊങ്ങി നോർമലായിട്ടത് തകർന്നു പോയാൽ നമ്മുടെ ഈ സംസ്ഥാനം പകുതിയില്ലാതാവും. നമ്മുടെ രക്തബന്ധങ്ങൾ തകരും. നമ്മുടെ ഫാക്ടറികൾ, ഉന്നത കാര്യങ്ങൾ, ഷിപ്പ്യാർഡ്, ഇതെല്ലാം തകർന്നു പോകും. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക, ലോജിക്കായിട്ട് ചിന്തിക്കുക, പെരുമാറുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക. എന്ന് നമ്മുടെ രാജ്യത്തിന് കഴിവില്ലേ? ഏത് സമയവും അപകടം വിതയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഡാമിന് വേണ്ടി 10 മാസം ചിന്തിക്കാൻ എടുക്കണോ? മറ്റു രാജ്യങ്ങളൊക്കെ ആ സെക്കൻഡ് അവർ ചെയ്യും. അതാണ് അവരിൽ നിന്ന് നമ്മളെ താഴ്ത്തി കെട്ടുന്ന അനുഭവം. എന്തായാലും ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട്, പക്ഷെ എല്ലാവരും കൂട്ടത്തിൽ ഏത് ജാതിയുടെ മതമായിട്ട് ആ ഭാഗത്തുണ്ട്. ആർക്കും ഒരു നഷ്ടം, ജീവഹാനി സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരസ്പരം പോരടിക്കാതെ ഞാനാണ് വലുത്, എൻ്റെ കാലെല്ലാവരും തലയിടമുണ്ടായിരിക്കണം എന്നുള്ള ചിന്താഗതി നേതാക്കന്മാരും സംസ്ഥാന തലങ്ങളിലിരിക്കുന്ന ഭരണകൂടമൊക്കെ അപ്രകാരമായി ഒരു നല്ലൊരു സൊല്യൂഷൻ, ആർക്കും ദോഷം വരാതെ, കേരളത്തിന് ദോഷം വരാതെ, അത് കേരളം മാത്രമല്ല ലോകത്തെ എവിടെയെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി, കുടിലതകളെല്ലാം മാറി പിശാചിൻ്റെ പൈശാചികമായ അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും മാറ്റിവെച്ച് ജയതോൽവികൾ മാറ്റി ഇന്ത്യ നമ്മുടേതാണ്, ലോകം നമ്മുടേതാണ്, നമ്മൾ ജീവിക്കുന്നിടത്തോളം, അല്ലാതെ ദൈവത്തിൻ്റെതാണ്, നമ്മുടെ സ്വന്തമല്ല. ജീവിക്കാൻ വേണ്ടി ദൈവം തന്ന, നമ്മൾ പൈസ കൊടുത്ത് കരമടയ്ക്കുന്ന സ്ഥലം പോലും ദൈവത്തിൻ്റെതാണെന്ന് ഓർക്കുക. അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് ഓർക്കുക. നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഓർക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. മുല്ലപ്പെരിയാറിനെ ദൈവം താങ്ങട്ടെ. മറ്റുള്ള ഡാമുകളെ ദൈവം താങ്ങട്ടെ. Stay tuned. God bless you all. Bye-bye.